താമരശ്ശേരി അമ്പായത്തോട് ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുന്നിലെ സംഘർഷത്തിന്റെ ഭീതിയൊഴിയാതെ പ്രദേശത്തെ കുട്ടികൾ. കൂടത്തായി സെന്റ് ജോസഫ് LP സ്കൂളിൽ കുട്ടികൾ എത്തുന്നില്ല. ഭയം കൊണ്ടാണ് കുട്ടികൾ സ്കൂളിൽ എത്താത്തതെന്ന് അധ്യാപകർ പറഞ്ഞു. പോലീസിനെ പേടിച്ച് രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നും സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്നും കുട്ടികളും പറയുന്നു. ഇന്നലെ രാത്രി ഒന്നും ഞാൻ ഉറങ്ങില്ല, പോലീസുകാരെ പേടിച്ച്. എനിക്ക് പേടിയാവും ഇന്നലെ രാത്രിയൊക്കെ. ഞങ്ങൾക്ക് പഠിക്കാനും സ്കൂളിൽ പോകാനൊക്കെ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മേനൊന്നും കാണില്ല പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ നാളെ ഒക്കെ പോയി നോക്കി, എന്നിട്ടൊന്നും കണ്ടില്ല എൻ്റെ അമ്മേനെ. ആളൊഴിഞ്ഞ വീടുകൾ, അച്ഛനമ്മമാർ എവിടെയാണെന്നറിയാത്ത കുട്ടികൾ, ഭയം നിറഞ്ഞ കുഞ്ഞുമുഖങ്ങൾ. ഫ്രഷ് കട്ട് സംഘർഷം ബാക്കിയാക്കിയത് ഇതൊക്കെയാണ്. പോലീസുകാർ രാത്രികാലങ്ങളിലും വീടുകൾ കയറി ഇറങ്ങുമ്പോൾ പിടയുന്നുണ്ട് കുഞ്ഞു മനസ്സുകൾ. ഞങ്ങൾക്ക് LSS ഒക്കെ ഉണ്ട്, അത് നല്ലോണം പഠിക്കാനൊന്നും പറ്റില്ല. സ്കൂളിൽ പരീക്ഷ ഞങ്ങൾക്ക്, അതുകൊണ്ട് ഞാൻ പോവാണ്ടിരിക്കാനും പറ്റില്ല. എനിക്കും എൻ്റെ അനിയത്തിക്കും ഇപ്പോൾ അലർജിയാണ്. എനിക്ക് സ്മെല്ല് ഭയങ്കര അലർജിയാണ്. പരീക്ഷാകാലം അടുക്കുമ്പോൾ പഠനം മുടങ്ങുന്നതിന്റെ ആശങ്കയിലാണ് രക്ഷിതാക്കൾ. കുട്ടികൾ വണ്ടി കണ്ടെന്ന പേടിച്ചോടുന്ന ഒരു കാലമാണ് ഇപ്പോൾ ഇവിടെ. ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ? കൂടത്തായി സെന്റ് ജോസഫ് LP സ്കൂളിൽ 70ഓളം കുട്ടികൾ പഠിച്ചിരുന്നു. ഇപ്പോൾ സ്കൂളിൽ എത്തുന്നത് 4-5 കുട്ടികൾ മാത്രം. ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം തീരെ കുട്ടികൾ സ്കൂളിലില്ല. ഒരു 4-5 കുട്ടികൾ മാത്രമാണ് നിലവിൽ സ്കൂളിൽ വരുന്നത്. മറ്റുള്ള കുട്ടികളൊന്ന് പേടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വീട്ടിൽ നിന്ന് വരാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഒളിവിൽ പോയവരിലും വിദ്യാർത്ഥികളുണ്ട്. കാലങ്ങളായി സഹിക്കുന്ന ദുർഗന്ധത്തിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനത്തിനായി സമരത്തിനിറങ്ങിയവരാണ് ഇപ്പോൾ ഭീതിയിൽ കഴിയുന്നത്. മറ്റെല്ലാ കുഞ്ഞുങ്ങളെയും പോലെ തന്നെ ശുദ്ധമായി ശ്വസിക്കാനും കളിക്കാനും പഠിക്കാനും ഒക്കെ അവകാശമുള്ളവരാണ് ആ കുഞ്ഞുങ്ങളും. എന്തൊക്കെയോ ഭയങ്ങളുടെ പേരിൽ മാത്രം അതൊന്നും നഷ്ടപ്പെടുത്തിക്കൂടാ. അവരെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൃത്യമായി കൗൺസിലിംഗ് നൽകാനും അധികാരികൾ ശ്രദ്ധിക്കണം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.